എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഊണിൻ്റെ റെസിപ്പിയാണ്. കേരളത്തിൽ മിക്കവാറും വീടുകളിലൊക്കെ തയ്യാറാക്കാറുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഊണ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മീൻകറിയും മീൻ പൊരിച്ചതും കപ്പ ഉടച്ചതും വാഴക്കൂമ്പ് പച്ചക്കായ തോരനുമാണ് ഈ ഊണിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഈ കറികളൊക്കെ നമുക്കൊരു ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മീൻകറിയാണ് ആദ്യം തയ്യാറാക്കുന്നത്. മീൻകറി തയ്യാറാക്കാൻ ഒരു ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് കഴുകിയെടുത്ത് 2-3 കൊടമ്പുളി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 ഉള്ളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി എടുത്ത് അരച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഈ ഒരു അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് അരപ്പ് കൂട്ടിയതിന് ശേഷം തീ കത്തിച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ അരപ്പ് തിളയ്ക്കാൻ വയ്ക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നിങ്ങൾ ഏത് മീനാണോ എടുക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ചാളയാണ് എടുത്തിട്ടുള്ളത്. മത്തിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മീൻ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. ഒരുപാടങ്ങ് വറ്റണ്ട. ആവശ്യത്തിന് നിങ്ങളുടെ ചാറ് കുറുകുന്നിടം വരെ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവാൻ ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. ഈ സമയം കൊണ്ട് തോരനുള്ള കാര്യങ്ങൾ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ പകുതി എടുത്തിട്ടുള്ള ഒരു വാഴക്കൂമ്പ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഈ തോരൻ എല്ലാത്തിനും കൂടി ഒരുമിച്ച് ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചെടുക്കണം. പച്ചക്കായും വാഴക്കൂമ്പും എല്ലാം നമ്മൾ എടുക്കുമ്പോൾ അത് കയ്യിൽ അതിൻ്റെ കറയാവാൻ ചാൻസ് ഉണ്ട് അത് അരിഞ്ഞെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം. വെള്ളത്തിലേക്ക് അരിഞ്ഞിടുമ്പോൾ അതിൻ്റെ കളറ് മാറാതിരിക്കും. അതിപ്പോൾ പൊട്ടറ്റോ ആയാലും ഒക്കെ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു വാഴക്കൂമ്പിൻ്റെ കറയും മാറും, അതുപോലെ വെള്ളത്തിൽ അരിഞ്ഞിടുന്ന സമയത്ത് ഇതിൻ്റെ കളറ് മാറിപ്പോകത്തുമില്ല. ഈ 2 ടിപ്സ് എല്ലാവരും ശ്രദ്ധിക്കാം. വാഴക്കൂമ്പ് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ കളറ് മാറില്ല. നമ്മൾ തോരൻ വെക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ അരിഞ്ഞ് വെച്ചാലും അല്ലാതെ വെച്ച വാഴക്കൂമ്പിൻ്റെയും അതുപോലെ പച്ചക്കായയുടെയും കളറ് മാറും. പച്ചക്കായ ഇട്ട് വെക്കുമ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സാധാരണ വെള്ളത്തിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. പച്ചക്കായയുടെ ഇതുപോലെ തൊലി ഇതുപോലെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടാം. പച്ചക്കായ അരിഞ്ഞെടുക്കുമ്പോഴും കയ്യിൽ എണ്ണ സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറയും നമ്മുടെ കയ്യിലാവാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ 2-3 ദിവസത്തിലൊക്കെ പോവുള്ളൂ. ഇനി ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് കപ്പ ഉടച്ചതാണ്. വളരെ ചെറിയൊരു കപ്പ കഷ്ണമാണുള്ളത്. അപ്പോൾ അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കുക. നന്നായി വെന്തുടഞ്ഞ് നല്ല പഞ്ഞി പോലെ വേവുന്ന കപ്പയാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പീസസ് ആയിട്ട് ഉടച്ച് കുക്കറിലൊന്ന് 2 വിസിലടുപ്പിച്ചാൽ ഈ കപ്പ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി കപ്പയ്ക്കും അതുപോലെ
തോരനും ആവശ്യമായിട്ടുള്ള മുഴുവൻ ചെറിയുള്ളിയും ഒരുമിച്ച് അങ്ങ് ചെറുതായി മുറിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എടുത്ത് വയ്ക്കാം. കപ്പ ഉടച്ചത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ അളവിനും ഓരോരുത്തർ എടുക്കുന്ന കപ്പയുടെ അളവനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും. ഇത് വളരെ ചെറിയൊരു പീസാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മീൻ പൊരിക്കാനുള്ള മാരിനേഷനാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അതങ്ങ് കുഴച്ചെടുക്കുക. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മാരിനേഷനിൽ പൊരിച്ചെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് മീൻ വറുത്തത് കിട്ടും. അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. നല്ലപോലെ വറ്റി വരുമ്പോൾ അതിലേക്ക് താളിച്ചൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു പിടി ചെറിയുള്ളി ചേർത്ത് നന്നായി വഴറ്റി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് താളിച്ചൊഴിക്കാം. ഏത് മീൻകറിയിലും ഇതുപോലെ താളിച്ചൊഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എണ്ണയൊക്കെ അധികം യൂസ് ചെയ്യാത്തവർ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിൽലെസ് ആയിട്ട് തന്നെ ഈ കറി എടുക്കാം. ഇതിപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ കറിയിലേക്ക് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽ വേണ്ടാന്നുള്ളവർ ഇതുപോലെ താളിച്ചൊഴിക്കേണ്ട. കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ താളിച്ചൊഴിക്കുന്നത്. അപ്പോൾ മീൻ അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് കപ്പ വേവിക്കാൻ വെച്ച് കൊടുക്കാം. കപ്പ 2 വിസിൽ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. കപ്പ പൊന്തിക്കിഴക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. തയ്യാറായതിനു ശേഷം നന്നായി ചാറൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്പൂണൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കിയാൽ മീൻകറിക്ക് അത്ര ഇതുണ്ടാവില്ല. അതുപോലെ മീൻ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊരുപാട് അങ്ങ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. മീൻ പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ അതിലേക്ക് ഇട്ട് വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് മീനും ഫ്രൈ ആയി വന്നോളും. മത്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഫ്രൈ ആവും. ഒരു 2 മിനിറ്റ് ഒരു സൈഡ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലിപ്പ് ചെയ്ത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ മത്തി റെഡിയായി കിട്ടും. തോരൻ തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർക്കാം. 2-3 തണ്ട് കറിവേപ്പില ചേർക്കാം. ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതമാണ് ഇതെല്ലാം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചമുളകോ വറ്റൽമുളകോ ചേർക്കാം. അതുപോലെ മുളക് പൊടിയുടെ അളവും കൂട്ടാം. ഞാനിവിടെ അധികം എരിവിൽ എടുക്കാറില്ല. പൊടികൾ ചേർത്ത് വഴറ്റി ഒന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ചേർക്കാം. ചെറുതായിട്ടാണ് പച്ചക്കായ അരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് ഈ ഒരു വാഴക്കൂമ്പും വേവിച്ചെടുക്കാം. രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വെന്ത് തന്നെ കിട്ടും. ചെറിയ തീയിലൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഈ ഒരു കൂമ്പും അതുപോലെ പച്ചക്കായയും വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ആകെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് പച്ചക്കായ അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. വലിയ പീസസായ അരിയും തോറും പച്ചക്കായ്ക്ക് കുറച്ച് നേരം കൂടെ ആവശ്യമാണ്. അതുപോലെ വാഴക്കൂമ്പിന് വേവാൻ ഒരുപാട് നേരം ആവശ്യമില്ല. അടച്ചങ്ങ് വെച്ചേച്ചാൽ മതി. ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടി പിടിക്കാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും.
ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും ഒരു കൈപ്പിടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പച്ച തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇനി ഒരുപാട് നേരം ഇത് വെക്കണ്ട. ഒരു 2 മിനിറ്റിൽ തന്നെ തീ ഓഫ് ചെയ്ത് ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ അതും കൂടി ചേർത്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഉടച്ചതും തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ചീനച്ചട്ടിയോ പാനോ എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില, ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി, വറ്റൽമുളക് 2-3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് ഒരു സ്ട്രെയിനറിൽ ഊറ്റി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഈ സ്പൂൺ കൊണ്ട് ഉടച്ചാൽ നല്ലപോലെ ഉടഞ്ഞു വരും. അതിന് മുമ്പ് തന്നെ അതിലേക്ക് തേങ്ങ അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഉടച്ചെടുക്കണം. കപ്പയിലേക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഉടച്ചു കൊടുക്കാം. അതുപോലെ ഈ ഒരു പച്ച അരപ്പാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കപ്പ ഉടച്ചതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നല്ലപോലെ വെന്ത് വരുന്ന കപ്പ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കപ്പ വേവുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലപോലെ പഞ്ഞി പോലെ വെന്ത് വരുന്ന കപ്പ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കപ്പയാണ് നമ്മൾ ഇതുപോലെ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ഇത് നല്ലപോലെ വെന്ത് വന്നപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുന്നത്. ഏകദേശം 1 മണിക്കൂറിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നാടൻ റെസിപ്പീസാണ്. ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരുപാട് എരിവും സ്പൈസിയൊന്നും അല്ലാതെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. പൊതുവേ അധികം സ്പൈസി അല്ലാത്ത, അധികം ഓയിലി അല്ലാത്ത, വളരെ നാടനായിട്ടുള്ള ഊണ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ ഈ ഒരു കോംബോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളും സിമ്പിൾ റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.